Hello everyone, welcome back to Silent Learning. It's me Jamshad. You can call me JD. അത് ശരിയാണ്. ഇത്തവണ ഓണം എക്സാമിൽ ഉറപ്പായിട്ടും സിലബസിൽ നിന്ന് പുറത്തുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഷുവർ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾക്ക് ആ 5 മാർക്ക് ഒരു കാരണവശാലും നഷ്ടപ്പെട്ടു പോകരുത്. ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളത് മനസ്സിലാവില്ല. ആക്ച്വലി നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി കണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക. ഏതായാലും ഔട്ട് ഓഫ് സിലബസ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കറിയാം. ഇതാണ് ആക്ച്വലി ഇങ്ങനെ ഒരു ഗ്രാഫ് ഓറിയന്റഡ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ വരും. അതെങ്ങനെ ക്രാക്ക് ചെയ്യാം? സംഭവം സിമ്പിൾ ആണ്. 2019 ഓണം എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. പേടിക്കാനൊന്നുമില്ല, പക്ഷെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതിന്റെ ആ ഒരു തിരക്കിലും അല്ലെങ്കിൽ അത് പെട്ടെന്ന് നോക്കുന്ന സമയത്ത് മനസ്സിലാവാത്ത വിഷയസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കുറച്ച് സമയം കൊടുത്ത് ചെയ്യേണ്ട ഒരു സാധനമാണ്. പക്ഷേ സിമ്പിൾ ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്. ആക്ച്വലി ഗിവൺ ബിലോ ഇസ് എ പൈ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. എപ്പോഴും പൈ ഡയഗ്രാം അയക്കലുണ്ടാവുക, ചില ഹെഡിങ്ങുകൾ കൊടുത്തിട്ടുണ്ടാവാറുണ്ട്. അങ്ങനത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുണ്ട് അടുത്ത സ്ലൈഡിൽ. ഓക്കെ, നോക്കാം. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ടൈം സ്പെൻഡ് ബൈ ക്രിക്കറ്റിന്റെ ടീം അവർ എത്രത്തോളം സമയം ചെലവഴിച്ചു, ഓരോന്നിനും എത്രത്തോളം സമയം ചെലവഴിച്ചു എന്നുള്ളതിന്റെ ഒരു ഗ്രാഫാണ്. ഫീൽഡ് വർക്കിന് 15, അതുപോലെ തന്നെ ഫിറ്റ്നസ് എക്സസൈസിന് 15%, റിലാക്സിംഗ് 10%, ബൗളിംഗിന് 12.15%, ബാറ്റിംഗിന് 10%, ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗിന് 37.50% ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. വാട്ട് ഡസ് ദ ക്രിക്കറ്റ് ടീം സ്പെൻഡ് മാക്സിമം ടൈം ഫോർ? ഏറ്റവും കൂടുതൽ സമയം കണ്ടാൽ തന്നെ മനസ്സിലാകും. എന്നാലും ജസ്റ്റ് നോക്കി കൺഫേം ചെയ്ത്, എക്സാം ആണല്ലോ. 37.5 എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ. നെക്സ്റ്റ് വൺ. ഹൗ മച്ച് ടൈം ഡസ് ദ ടീം സ്പെൻഡ് ഫോർ ബാറ്റിംഗിന് എത്ര ശതമാനം സ്പെൻഡ് ചെയ്തിരുന്നതാണ്? ബാറ്റിംഗ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും. 10% ആണ് അതിന്റെ രണ്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. സെറ്റാണ്. 2ന്റെ ആൻസർ 10%. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ക്രിക്കറ്റ് ടീം സ്പെൻഡ് 50% ഫോർ ദ ടീം ടൈം ഫോർ ഡാഷ് ആൻഡ് ഡാഷ്. 2 കാര്യത്തിന് 15% അവർ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണെന്ന് നോക്കാം. ദാ കണ്ടോ, ദാ പിടിച്ചോ. 15% ആണ്. ഇവിടെയും 15% ആണ്. അപ്പോൾ ഫീൽഡ് വർക്കിനും എക്സസൈസിനും കൂടിയിട്ടാണ് അവർ 15 സെലക്ട് ചെയ്തിട്ടുള്ളത്, സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ മൂന്നാമത്തെ ആൻസർ ആയി. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. വാട്ട് പെർസെന്റേജ് ഓഫ് ടൈം ഈസ് സ്പെൻഡ് ഫോർ ഇംപ്രൂവ്? ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എത്ര പെർസെന്റേജ്? അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫിറ്റ്നസ് ഇംപ്രൂവിന് വേണ്ടിയിട്ട് ഏതാണ് അവർ യൂസ് ചെയ്തത്? ഇത് തന്നെയാണ്. 15% തന്നെയാണ് അതിന്റെ എക്സാക്ട് ആൻസർ പറയുന്നത്. അത് സംഭവം സിമ്പിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കണം അമ്പാനെ, അല്ലെങ്കിൽ പണി കിട്ടും. കാരണം ഇതുപോലെ തന്നെയല്ല, ഗ്രാഫ് മാത്രമല്ല ഉള്ളത്. അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ട്. നോക്കാം. വാട്ട് ഈസ് ദ പെർസെന്റേജ് ഓഫ് ടൈം സ്പെൻഡ് ബൈ ദ ടീം ഫോർ ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗിന് എത്രയാണ്? ഓക്കെ, ഈറ്റിംഗ് ആൻഡ് സ്ലീപ്പിംഗിനാണ്. നമ്മളെ പോലെ തന്നെയാണ് നമ്മുടെ ടീമും, ക്രിക്കറ്റ് ടീമും നമ്മൾ തന്നെയാണ്. ആക്ച്വലി ഈറ്റിംഗിനും സ്ലീപ്പിംഗിനാണ് ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത്. അത് വേണം അല്ലേ? അത് വേണം, മസ്റ്റ് ആണ്. അപ്പോൾ ഇത് തന്നെയാണ് ആക്ച്വലി ഈ 37.50 എന്നുള്ളതാണ് ലാസ്റ്റ് 5ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ വരുന്നത്. സോ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇങ്ങനെ ചോദിക്കാം. ഈ ഗ്രാഫ് മാത്രമല്ല, അല്ലാതെയും ചോദിക്കാം. സോ ഇത് നിങ്ങളുടെ ഫ്രണ്ടിന് അറിയുന്നുണ്ടാവില്ല, അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ ഔട്ട് ഓഫ് സിലബസ്. ഇത് ആക്ച്വലി നമ്മൾ സിലബസിലുള്ള സാധനമല്ലല്ലോ, അല്ല. ഓക്കെ, ഏതായാലും ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനോട് ചെയ്യാൻ പോവാണ്. അതിന് മുമ്പ് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ അസ്ത്ര ബാച്ചിനെ പറ്റി നിങ്ങൾക്ക് കിടിലമായിട്ട് അറിയാൻ പറ്റും. കുറെ ആൾക്കാർ നമ്മുടെ അസ്ത്ര ബാച്ചിൽ ഉണ്ട്. പക്ഷേ ഇനി ജോയിൻ ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്ക് ഈ ഒരു നമ്മുടെ അസ്ത്ര ബാച്ചിന് ഒരു ഓണം ഓഫർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ഓൾറെഡി പുതിയൊരു ഓഫർ വന്നിട്ടുണ്ട്. ഓണം സൂപ്പർ ഓഫറാണ്. 20% ഗിഫ്റ്റും ഓഫറുമായിട്ടാണ്. ലിമിറ്റഡ് ടൈം ഓഫറാണ്. ഇത് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ, ഓണം 20 എന്നുള്ള ഈ ഒരു കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 20% നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ആയിരിക്കുന്നതാണ്. സോ ഇനിയും ജോയിൻ ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. താഴെ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി, നമ്മുടെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും. സെറ്റാണ്, പവറാണ്. നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ. റീഡ് ദ ന്യൂസ് ഹെഡ്ലൈൻസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ ഫോളോ. ഇവിടത്തെ കുറച്ച് ന്യൂസ് ഹെഡിങ്ങുകളുണ്ട്, ന്യൂസ് ടൈറ്റിൽസ് ഉണ്ട്, ന്യൂസിന്റെ തലക്കെട്ടുകളുണ്ട്. ആ തലക്കെട്ടുകൾ കൊടുത്തിട്ട് അടിയിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നോക്കാം. റെയിൽവേസ് ടു റീസ്റ്റോർ ഫെയർ കട്ടുകൾ. ഇതിനും ചെറിയൊരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ഫാസ്റ്റ് വായിച്ചു നോക്കുക. ഓക്കെ, ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോയിലുള്ള ഏകദേശം സെയിം ട്രിക്കാണ് ഇതിൽ യൂസ് ചെയ്യേണ്ടത്. കാരണം ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് നിങ്ങൾ നേരെ ഗ്രാഫ് അനലൈസ് ചെയ്യാമെങ്കിൽ സമയം വേസ്റ്റ് ചെയ്യാത്ത രീതിയിൽ നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, ക്ലിയർ ചെയ്യാൻ പറ്റും. കാരണം ഒരു ഡാറ്റ തന്നിട്ടാണ് നിങ്ങൾക്ക് അതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രിക്ക് ഇതിലും യൂസ് ചെയ്യാൻ പറ്റും. നോക്കിക്കോ. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ സ്പോർട്സിൽ നിങ്ങൾ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ വിച്ച് ഹെഡ്ലൈൻ വിൽ അപ്പീൽ ടു യു? നിങ്ങൾ ഏത് ഹെഡ്ലൈൻ ആണ് നിങ്ങൾക്ക് ഏറ്റവും രസകരമായിട്ട് തോന്നുക? നോക്കാം. ഇത് ഏതെങ്കിലും സ്പോർട്സ് റിലേറ്റഡ് ഏതെങ്കിലും ഉണ്ടോ? റെയിൽവേ ടു റീസ്റ്റോർ, അതൊന്നുമില്ല. മങ്കി പോക്സ്, നീരജ് ചോപ്ര കേട്ടിട്ടുണ്ടല്ലോ, നമ്മുടെ
ജാവലിൻ ത്രോ. ഇത് ആക്ച്വലി എന്നുള്ള അറിയാം 2022 ഓൺ എക്സാമിനുള്ളതാണ്. നോക്കാം. നീരജ് ചോപ്ര വിൻ സിൽവർ ഇൻ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻ. വേൾഡ് അത്ലറ്റിക് ഒളിമ്പിക്സ് അല്ല, ഇപ്രാവശ്യം ഒളിമ്പിക്സ് നമ്മൾ ഇത് കിട്ടി. ഓക്കെ, ഏതായാലും വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ നീരജ് ചോപ്ര എന്ത് അടിച്ചടാ? സിൽവർ അടിച്ചു. അത് നമുക്ക് സ്പോർട്സ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് താല്പര്യമുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് നോക്കാം. എ സ്റ്റുഡന്റ് ഓഫ് ഇന്റർനാഷണൽ റിലേഷൻ, അതായത് ഇന്റർനാഷണൽ ലെവൽ, അതായത് ഇന്ത്യയും മറ്റു രാജ്യങ്ങളും തമ്മിലുള്ള ആ ഒരു റിലേഷൻ, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻ, ബന്ധങ്ങളും അത് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ള അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റ് മേ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദ ഹെഡ്ലൈൻ. ഏത് ഹെഡിങ്ങിലാണ് ഈ അങ്ങനത്തെ ഒരു സ്റ്റുഡന്റിന് ഇഷ്ടപ്പെടുക? അതായത് മറ്റു രാജ്യങ്ങൾ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു സ്റ്റുഡന്റിന് ഇഷ്ടപ്പെടുന്ന ന്യൂസ് ഏതായിരിക്കും? നോക്കാം. അങ്ങനെ ഏതെങ്കിലും മറ്റു രാജ്യങ്ങളുടെ പേര് കൊടുക്കുന്ന ഏതെങ്കിലും ഹെഡ്ലൈൻ നോക്കാം. അവിടെ കൊടുത്തിട്ടുണ്ട് ശ്രീലങ്കൻ ക്രൈസിസ് ഡീപ്പൻ. ശ്രീലങ്കയിലുള്ള ആ ഒരു പ്രതിസന്ധി എന്താക്കുന്നു? ഡീപ്പൻ ചെയ്യുന്നു. വെറീഡ് ഇന്ത്യ ടു ഫോർമുലേറ്റ് സ്റ്റെപ്പ്. ഓക്കെ, അങ്ങനെ അത് പേടിച്ചുകൊണ്ട് എന്താക്കുന്നുണ്ട്? ഇന്ത്യ എന്താക്കുന്നുണ്ട്? പുതിയ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കുറച്ചുകൂടി സെക്യൂർഡ് ആയിരിക്കാൻ വേണ്ടിയിട്ടോ. അപ്പോൾ ആ ഒരു ഇന്റർനാഷണൽ റിലേഷൻ ആണ് അവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സോ അത് കണക്റ്റഡ് ആക്കി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ. ദ ഹെഡ്ലൈൻസ് ദാറ്റ് മേ ബി സെറ്റ് അലാം ബെൽ റിംഗിങ് അമംഗ് ദ ഹെൽത്ത് കെയർ വർക്കേഴ്സ്. അതായത് ഹെൽത്ത് കെയർ വർക്കേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ, അതുപോലെ തന്നെ നഴ്സസ് തുടങ്ങിയിട്ട് ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന കുറെ, അല്ലെങ്കിൽ ഹെൽത്ത് മിനിസ്റ്റർ, അങ്ങനെ തുടങ്ങിയിട്ട് ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും ഒരു അലാം നൽകുന്നത് പോലെ, അവർക്കൊരു എന്താ പറയാ, ഒരു വാണിംഗ് കൊടുക്കുന്നത് പോലെയുള്ള ന്യൂസ് ഏതാണ്? ഈസി. നമുക്ക് WHO കാണുമ്പോൾ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ന സാധനം അവിടെ വരും. അപ്പൊ ഹെൽത്ത് റിലേറ്റഡ് ആണ്. അത് മാത്രമല്ല മങ്കി പോക്സ് എ പാൻഡമിക് ഡിക്ലെയർസ്. മങ്കി പോക്സ്, കുരങ്ങ് പനി എന്ന് പറയുന്ന ഒരു പനി എന്താക്കുന്നുണ്ട്? വരുന്നുണ്ട്. അത് ഔട്ട് ആയിട്ടുണ്ട് എന്നുള്ള സാധനം, ആ ഒരു ഹെഡിങ്. ഇങ്ങനെ ഹെൽത്ത് വർക്കേഴ്സെ കുറിച്ചുള്ള ജാഗ്രത ഉണ്ടായിരിക്കണം, അവരുടെ പണി തുടങ്ങാനായിട്ടുണ്ട് എന്നുള്ള സാധനത്തിലേക്ക് വരും അവർ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. അലാമിങ് കൊടുക്കുന്നതാണ്. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉള്ളത് വിച്ച് ഹെഡ്ലൈൻ മേ ബ്രിങ് ചിയർ ടു സീനിയർ സിറ്റിസൺ. പ്രായമായവർക്ക്, അതായത് 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, 55 അങ്ങനെ വയസ്സിന് മുകളിലുള്ള ആൾക്കാർ, സീനിയർ സിറ്റിസണിന് ഒരു സന്തോഷം നൽകുന്ന വാർത്ത ഏതാണ്? ഫസ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. റെയിൽവേസ് ടു റീസ്റ്റോർ ഫെയർ കട്ട് ടു എൽഡർലി. റെയിൽവേയില്, അതായത് പ്രായമായ ആൾക്കാർക്ക് ഫെയർ കട്ട്, അവർക്ക് എന്ത് വേണ്ട? ഫെയർ വേണ്ട. അവർക്ക് ട്രെയിനിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് വേണ്ട? പണം വേണ്ട എന്നുള്ള ആ ഒരു നിയമം എന്താക്കാണ്? റീസ്റ്റോർ ചെയ്യാണ്, വീണ്ടും തിരിച്ചു കൊണ്ടുവരാണ്. അപ്പോൾ റെയിൽവേസ് ടു റീസ്റ്റോർ ഫെയർ കട്ട് ടു എൽഡർലി. ഓക്കെ, ആ ഒരു കണക്ഷൻ മാക്സിമം സെറ്റ് ആക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ ഹെഡ്ലൈൻ ദാറ്റ് ടോക്സ് അഗൈൻസ്റ്റ് ക്യാമ്പസ് വയലൻസിനെ പറ്റിയിട്ട് സംസാരിക്കുന്ന ആ ഒരു ന്യൂസ് ഏതാണ്? ക്യാമ്പസ് വയലൻസ്, ക്യാമ്പസിൽ ഉണ്ടാകുന്ന വയലൻസ് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ക്യാമ്പസിൽ ഉണ്ടാകുന്ന വയലൻസ് നോക്കാം. ഇവിടെ ഏതാ നോക്കാം. ഇത് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താക്കുക? ജസ്റ്റ് മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ആകെ 2 ഓപ്ഷൻ ഉള്ളത്. ഈ രണ്ടിൽ ഏതോ ഒന്നായിരിക്കും നമുക്ക് മനസ്സിലാക്കാം. നോ. ഓക്കെ, നമ്മൾ ഗ്രീൻ ആണ്. ഓക്കെ, ഗ്രീൻ സെറ്റ് ആക്കാം. അതായത് നോ മോർ ലൈവ്സ് ഷുഡ് ബി ലോസ്റ്റ് ഓൺ ക്യാമ്പസ് ഹൈക്കോർട്ട്. ക്യാമ്പസ് എന്നുള്ള വേർഡ് അവിടെ തന്നെ ഉണ്ട്. സോ നമുക്ക് ഈസി ആയിട്ട് അത് തന്നെ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം. കാർ മേക്കേഴ്സ് അനൗൺസ് പ്രൈസ് ഹൈക്ക്, അതും ക്യാമ്പസ് റിലേറ്റഡ് ആയിട്ട് ഒരു സംഭവം ബന്ധമില്ല. സോ നോ മോർ ലൈവ്സ് ഷുഡ് ബി ലോസ്റ്റ് ഓൺ ക്യാമ്പസ്. ക്യാമ്പസിൽ ഇനി ഒരു ജീവൻ കൂടി നഷ്ടപ്പെടാൻ പാടില്ല എന്ന് ഹൈക്കോർട്ട് പറയുന്നുണ്ട്. സോ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ നല്ല കെയറോട് കൂടി ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് പിന്നീട് നിങ്ങൾ എന്താക്കാം? നിങ്ങൾ ഹെഡ്ലൈൻസിലേക്കോ അല്ലെങ്കിൽ ഗ്രാഫിലേക്കോ തിരിയുന്ന രീതിയിൽ സെറ്റ് ആക്കണം. ഏതായാലും നിങ്ങൾ അടിപൊളിയായിട്ട് എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്. പവർ സെറ്റ് ആക്കുക. നിങ്ങൾക്ക് എക്സാം എഴുതി കഴിഞ്ഞതിന് ശേഷം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആയിരുന്നു എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുക, അല്ലാതെയും ഞങ്ങളെ അറിയിക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഇത് എത്രത്തോളം യൂസ്ഫുൾ ആകും എന്നുള്ളത് നിങ്ങൾ എന്താക്കുക, നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. എങ്ങനെ ഉണ്ടായിരുന്നു ഇത് എന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കുക. മാത്രമല്ല നിങ്ങൾക്ക് ഫ്രീ നോട്ട്സിന് വേണ്ടിയിട്ട് ഇനിയും നിങ്ങൾക്ക് എക്സാമുകളുണ്ട്, അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കമന്റ് ബോക്സിലുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. സെറ്റ് ആക്കുക, പവർ ആക്കുക. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ വേണ്ടി ബൈ. താങ്ക് യു ഗൈസ്. All the best.